ഇന്ന് നമുക്കൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, നമ്മുടെ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് മുളക് പൊടി, പിന്നെ ഞാൻ എടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും പെരുംജീരകപ്പൊടിയും, പിന്നെ ഇവിടെ ഇച്ചിരി ഗാർലിക് പൗഡർ ഉണ്ടായിരുന്നു. പൗഡർ തന്നെ വേണമെന്നില്ല, ഞാൻ അരച്ചും ചേർക്കാറുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ പൗഡർ ഉള്ളതുകൊണ്ട് ഞാൻ അത് ചേർക്കുവാണ്. കുറച്ച് ഗാർലിക്കിൻ്റെ പൗഡറും, അല്ലാതെ പച്ച വെളുത്തുള്ളി ഞാൻ എണ്ണയിൽ വറുത്തെടുക്കാനായിട്ട് ഇടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് മസാല റെഡിയാക്കാം. ഇങ്ങനെ അല്ലാതെ ഇതെല്ലാം കുരുമുളകും പെരുംജീരകവും വെളുത്തുള്ളിയൊക്കെ അരച്ചാണെങ്കിലും ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ടുള്ളൊരു ഫ്രൈ ആയതുകൊണ്ട് പൊടികളെല്ലാം കൂടെ ഇട്ട് മസാല റെഡിയാക്കി ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ നോക്കി ചൂരയാണ് ഫിഷ് അതിൽ പെരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇന്നലെ നമ്മൾ മീൻകറി ഉണ്ടാക്കിയില്ലേ, അതിൽ നിന്ന് കുറച്ച് വറുക്കാൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇന്നത് ഫ്രൈ ആക്കാമെന്ന് വെച്ചു. അങ്ങനെ നല്ലോണം പെരട്ടി നമുക്കതൊരു സൈഡിൽ മാറ്റി വെക്കാം. കുറച്ച് നേരം ഒന്ന് മസാല പിടിക്കാനായിട്ട് സമയം കൊടുക്കണം. എന്നിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അതിനുശേഷം എണ്ണ ചൂടായിട്ട് നമുക്ക് ഫിഷ് ഓരോന്നായിട്ടിട്ട് വറുക്കാം. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ച് എണ്ണയിലേക്ക് ഇടാം. വെളുത്തുള്ളി മാത്രമല്ല, കറിവേപ്പില ആഡ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ കറിവേപ്പില ഇല്ലായിരുന്നു. അങ്ങനെ ഇത് വറുത്തെടുക്കാം നമുക്ക്. ഇപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല വെളുത്തുള്ളിയുടെ സ്മെല്ലാണ് വരുന്നത്, അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം.